മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അവയവക്കടത്തിലെ പിടിയിലായ സാബിത്ത് ഇടനിലക്കാരനല്ല, മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ദില്ലിയിൽ നിന്നും ആളുകളെ സാബിത്ത് കടത്തി എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്നപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ചേതൻ സാജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ചേതൻ, നിലവിൽ ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് ഈ സാബിത്ത് ഒരു ഇടനിലക്കാരനല്ല, മുഖ്യ സൂത്രധാരൻ തന്നെയാണ്. ഇറാനിലേക്കടക്കം മനുഷ്യക്കടത്ത്, അവയവക്കടത്ത് നടത്തിയതിൽ വലിയ സൂത്രധാരന്മാരിൽ ഒരാൾ തന്നെയാണ് സാബിത്ത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് പോലീസാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ സാബിത്തിൻ്റെ സുഹൃത്ത് കൊച്ചി സ്വദേശിയും പ്രധാന കണ്ണിയാണെന്നുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, ഈ അവയവക്കടത്ത് കേസിൽ ഈ കഴിഞ്ഞ ദിവസം ഈ മുഖ്യ പ്രതിയും അതുപോലെ തന്നെ തൃശൂർ സ്വദേശിയുമായ സാബിത്ത് നാസറിനെ അങ്കമാലി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ഈ സാബിത്തിന്റെ കയ്യിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ സാബിത്ത് ഇയാളുടെ മൊഴി പ്രകാരം ഈ സാബിത്ത് വെറും ഒരു ഇടനിലക്കാരനല്ല. തുടക്കത്തിൽ ഇയാൾ ഒരു വലിയൊരു മാഫിയയുടെ ഒരു അവസാന കണ്ണി എന്നാണ് നമ്മളെല്ലാവരും അനുമാനിച്ചത്. പക്ഷെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സാബിത്ത് ഈ ഇടനിലക്കാരനല്ല, ഇയാൾ ഈ മാഫിയയിലെ മുഖ്യ സൂത്രധാരനിൽ ഒരാളാണ് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇയാൾ ഇന്ത്യയിലെ പല നഗരങ്ങളിലായി ഇതുപോലെ ഈ അവയവ ദാതാക്കളെ ഈ ചൂഷണം ചെയ്ത് അവയവ കടത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ പുറമെ ഇപ്പോൾ ഡൽഹിയിലും ഇയാൾ ഈ അവയവ ദാതാക്കളെ കണ്ടെത്തി ഇവരുടെ അവയവം കടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മാഫിയയിലെ ഇന്ത്യയിലെ പ്രധാന സംഘത്തിലുള്ള ഒക്കെ ഉത്തരേന്ത്യക്കാരെന്നാണ് സാബിത്ത് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചി സ്വദേശിയും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ കൊച്ചി സ്വദേശിയും ഈ മാഫിയയിലെ പ്രധാന ആളാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇയാളുടെ ഒരു ചേതൻ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജ്യമാകെ പടർന്നു കിടക്കുന്ന ഒരു വലയിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളാണ് സാബിത്ത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് ദില്ലിയിലും ബാംഗ്ലൂരിലും അടക്കം അവയവക്കടത്ത് നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സാബിത്താണ്. ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടി പ്രധാന കണ്ണിയാണെന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ നിന്നടക്കമുള്ള അവയവക്കടത്തുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഇതിനടക്കം ഈ കേസിലടക്കം സാബിത്തിന് പങ്കുണ്ടോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണ സംഘം നൽകുന്നുണ്ടോ? നിലവിൽ ചേതൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ സാബിത്തിൻ്റെ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധനയിൽ നിന്നാണ് ഈ വിവരങ്ങളിലേക്ക് പോലീസ് നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘം ചേർന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇത് വലിയ ഒരു കണ്ണിയാണ്. ഇതിൽ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സാബിത്തിന്റെ സുഹൃത്തുമല്ലാതെ നിരവധി പേർ കൂടി ഈ വലയിൽ ഉണ്ടായിരുന്നിരിക്കാം. അന്വേഷണം അത്തരത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. അതെ സിജു, ഇതിപ്പോ കസ്റ്റഡിയിൽ വിട്ട് ആദ്യ ദിനമാണ് ഈ സാബിത്തിന്റെ മൊഴി ഇപ്പോൾ പുറത്തുവരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സംഘവും അന്വേഷിക്കുന്നുണ്ട്. അതായത് ഈ സാബിത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഈ സാബിത്ത് ഈ സിമ്മിൽ നിന്ന് ആരൊക്കെ കോണ്ടാക്ട് ചെയ്തു, ഏതൊക്കെ പണമിടപാട് നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഈ പണമിടപാട് നടത്തിയവരിലേക്ക് ഒക്കെ ഈ അന്വേഷണ സംഘം നീളുന്നുണ്ട്. അതായത് സ്വാഭാവികമായും പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഈ മൊബൈൽ ഉപയോഗിച്ചാണ് ഈ അവയവ കച്ചവടത്തിനായി വേണ്ടിയിട്ട് ഈ അവയവ ദാതാക്കൾക്കൊക്കെ ഈ പണം നൽകിയിട്ടുള്ളത്. അങ്ങനെ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷിക്കും. അതുപോലെ തന്നെ ഇയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഈ കടക്കണിയിലും അതുപോലെ തന്നെ കൊടും ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രലോഭിപ്പിച്ച് വലിയൊരു പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ ഇറാനിലേക്ക് കടത്തിയത്. ഈ ഇറാൻ എന്ന രാജ്യം നമ്മൾ തുടക്കത്തിൽ ആദ്യം വിചാരിച്ചത് ഇതൊരു തീവ്രവാദ സ്വഭാവമുള്ള അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഈ UN രാജ്യങ്ങളിൽ ഈ അവയവ കച്ചവടം നിയമം മൂലം അനുവദിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതായത് ഒരു അവയവ ദാതാക്കൾക്ക് തന്റെ അവയവം നൽകാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്താൽ അവിടെ അവയവ കൈമാറ്റം നിയമപരമായി നടത്താം. ഇതാണ് ഈ ഇറാനിലെ ഈ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ഇൻഷുറൻസ് മാഫിയ മുഖ്യമായും ഈ ഇറാനിലെ ഇവരുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ കാരണം നമുക്കറിയാം. ഈ സമീപ കാലങ്ങളിലായി ഇന്ത്യ അടക്കം അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളും ഈ അവയവ നിലവിൽ ഈ സാബിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ഈ സാബിത്തിനോടൊപ്പം പ്രവർത്തിച്ചത് ആരാണ്, സംസ്ഥാനത്ത് സഹായം നൽകിയത് ആരാണ്, ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് ഇരയായതെന്ന് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാവുകയും ചെയ്യും. അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടപ്പോൾ അവർ മുഖ്യമായും പറഞ്ഞത് തങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ചില പരിമിതികളുണ്ട്. കാരണം പല അന്വേഷണ ഏജൻസികളും സമാന്തരമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ
അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉള്ള അന്താരാഷ്ട്ര സ്വഭാവമുള്ള കേസായതിനാൽ ദേശീയ NIA അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം റോ അടക്കമുള്ള ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. സമാന്തരമായി വരും ദിവസങ്ങളിൽ ഈ അന്താരാഷ്ട്ര സ്വഭാവമുള്ളതിനാൽ ഈ NIA അടക്കം ഈ കേസ് പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് മാത്രമല്ല സമാന്തരമായി പല ഏജൻസികളും ഈ കേസ് അന്വേഷിക്കുന്നതുകൊണ്ട് പല വിവരങ്ങളും ഞങ്ങൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്നാണ് ഈ കേസ് അന്വേഷിക്കുന്ന ശരി ചേതൻ, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ പണം വാങ്ങി അവയവ കൈമാറ്റം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നതിന് കാരണം ഇരകളാക്കപ്പെട്ടവരുടെ നിസ്സഹകരണമാണ്. അവയവം നൽകിയത് എന്നും പ്രതിഫലമായി പണം വാങ്ങിയിട്ടില്ലെന്നുമാണ് അവയവ മാഫിയയുടെ ഏജന്റുമാർ ഇവരെ കൊണ്ട് പറയിക്കുന്നത്. വിവരങ്ങളുമായി തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, നിലവിൽ ഈ ഇരകളാക്കപ്പെട്ടവർ സ്വാഭാവികമായും ദാരിദ്ര്യാവസ്ഥയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ തന്നെയായിരിക്കും. വിവരങ്ങൾ പുറത്തു വരുന്നത് അവർ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയ തരത്തിൽ അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തന്നെയല്ലേ അവിടെ നൽകാൻ കഴിയുന്ന വിവരം? തീർച്ചയായും സിജു, ഇത് തന്നെയാണ് ഈ അന്വേഷണത്തിൽ തടസ്സമായി നിന്നിരുന്നത്. കാരണം ഇത് മാസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം പരാതി നൽകിയിരുന്നതാണ്. അതായത് പരാതി നൽകിയിരുന്ന ആൾ CA ബാബുവാണ്. അദ്ദേഹം മുല്ലശ്ശേരി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം നേരത്തെ പരാതി നൽകിയിരുന്നു. അദ്ദേഹം ഒരു സാന്ത്വനം, ഒരു കാരുണ്യ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രവർത്തകൻ കൂടിയാണ്. ഇതിന്റെ പേരിലാണ് പരാതി നൽകിയിരുന്നത്. കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലാണ് ഈ അവയവദാനം എന്ന് പറഞ്ഞു നടന്ന അത്തരത്തിലുള്ള ഒരു ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ മുല്ലശ്ശേരിയിൽ നടന്ന അവയവ കച്ചവടത്തിൽ ഇരകളാക്കപ്പെട്ടവരുടെ നിസ്സഹകരണം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.